ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ വലിയ പരാജയമായി മാറി. ഇരു സംഘങ്ങളും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്ന പശ്ചാത്തലമാണ്. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയായതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഇറാന്റെ വിദേശകാര്യ വക്താവടക്കം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒന്ന് ഹോർമുസിന്റെ പ്രധാന നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാന്റെ വാദം അതേപടി നിൽക്കുകയാണ്. US ഇത് അംഗീകരിക്കുന്നില്ല. സൈനിക നീക്കത്തിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് US പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിയായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. US പടക്കപ്പലുകൾ ഹോർമുസിന് അരികിലുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. നമ്മുടെ ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ, ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, നമുക്കറിയാം ഈ ചർച്ചകളിൽ ഈ സമാധാന കരാർ നിലവിൽ വന്നപ്പോൾ പോലും ഈ ഹോർമുസൻ നിയന്ത്രണം വിട്ടുകൊടുക്കുമെന്ന കാര്യത്തിൽ ഇറാൻ സമ്മതിച്ചിരുന്നില്ല. ഒപ്പം ആണവ കരാർ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനു പകരം ഒരു 10 കരാർ തിരിച്ച് അമേരിക്കയ്ക്ക് നൽകുകയാണ് ഇറാൻ ചെയ്തത് എന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളിൽ കടുംപിടുത്തം തുടരുന്ന അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്ക് എന്ത് സ്കോപ്പാണുള്ളത്? നമുക്ക് വളരെ ലോകം കുറച്ച് പ്രതീക്ഷയോടെയാണ് വാസ്തവത്തിൽ ഇസ്ലാമാബാദിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ കണ്ടത്. അതിന് 1-2 കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രപ്പോസലുകൾ, അമേരിക്കയുടെ 15 പ്രപ്പോസൽ, ഇറാന്റെ 10 പ്രപ്പോസൽ, അങ്ങനെ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ഈ ഇറാൻ മുന്നോട്ട് വെച്ച 10 പ്രപ്പോസൽ ഒരു വർക്കിംഗ് ഫ്രെയിംവർക്ക് ആണ് എന്നുകൂടി പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ ചർച്ചകൾക്ക് ഒരു സമയം നിശ്ചയിക്കുകയും ചർച്ച ശനിയാഴ്ച നടക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷയ്ക്കുള്ള മറ്റൊരു കാരണം, ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ പ്രതിനിധികൾക്ക് പുറമെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ JD വാൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ള ഒരു ശുഭകരമായ നീക്കം ഉണ്ടായി. എന്തുകൊണ്ടാണ് അത് പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങളോട് അനുകൂലമായ സമീപനം സ്വീകരിച്ചിരുന്ന ഒരാളല്ല JD വാൻസ്. അപ്പൊ അതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്റ്റീവ് വിറ്റ്കോഫ് ആണെങ്കിലും ജാരഡ് കുഷ്ണർ ആണെങ്കിലും, ജാരഡ് കുഷ്ണർ അമേരിക്കൻ പ്രസിഡന്റ് മരുമകനും പിന്നെ സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹത്തിന്റെ വ്യാപാര വ്യവസായ പങ്കാളിയാണെങ്കിലും അമേരിക്കൻ ഭരണകൂടത്തിലെ ഔദ്യോഗികമായ പദവികളൊന്നും തന്നെ അവർക്ക് കണ്ടുവരുന്നില്ല. അപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വന്നോട് കൂടിയിട്ട് ഇതിനൊരു ഔദ്യോഗിക പരിവേഷം കൂടി ഉണ്ട്. സർ കേൾക്കാമോ? സാർ അപ്പൊ അങ്ങനെയുള്ള തീവ്രമായ നിലപാട് ഇല്ലാത്ത അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ചർച്ചയിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും അബ്ബാസ് അരാക്ചിക്ക് പുറമെ ഖാലിബാഫ് എന്ന് പറയുന്ന അവരുടെ പാർലമെന്റിന്റെ സ്പീക്കർ കൂടി, അദ്ദേഹം ഒരു തീവ്ര നിലപാടുകാരനാണ്. എങ്കിൽ പോലും 2 പേരടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട സംഘം ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ആദ്യം പരസ്പരം 15 പ്രപ്പോസലും 10 പ്രപ്പോസലും പരസ്പരം കൈമാറിയതിനു ശേഷമാണ് ഈ ചർച്ചകൾക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം, അതായത് ഒരു ചർച്ച, നമുക്കറിയാം 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഇടവേളയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ദിവസം മാത്രം ഉള്ള ഒരു ചർച്ചയാണ് വിഭാവന ചെയ്തിരുന്നെങ്കിൽ പോലും ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, 21 മണിക്കൂർ നേരം തുടർച്ചയായി ചർച്ച ചെയ്തു. JD വാൻസ് അതിന്റെ ഇടയ്ക്ക് പലതവണ അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചു. ഒരു ഡസൻ തവണയെങ്കിലും സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എങ്കിൽ പോലും ഈ പരസ്പരം ഒരു സമവായത്തിലെത്താൻ 2 കൂട്ടർക്കും കഴിഞ്ഞില്ല എന്ന ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് വാസ്തവത്തിൽ നൽകുന്നത്. അതിന് പുറമെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇനി അതായത് ഈ ഹോർമുസ് കടലിലേക്ക് 2 വാർത്തകളാണ് നമ്മൾ വന്നത്. ഒന്ന്, ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെ സൈനിക കപ്പൽ പോയിരിക്കുന്നു, അത് മൈനുകൾ മാറ്റുന്നതിനൊക്കെ ഉള്ള സംവിധാനങ്ങളുള്ള കപ്പലാണ് പോയിരിക്കുന്നത് എന്നുള്ള വാർത്ത വന്നു, നമ്മളത് കണ്ടു. അതിനുശേഷം അദ്ദേഹം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള
കടലിടുക്കിൽ കയറുന്നതും കടലിടുക്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ ഞാൻ തടയാൻ പോകുന്നു, ഞാൻ ബ്ലോക്കേഡ് നടത്താൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയുടെ ഭാഗം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമായി കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം നീങ്ങുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. അജയ് സുധാ ബിജു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഈ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. പാകിസ്ഥാനൊക്കെ പറയുന്നത് ചർച്ചയിൽ നിന്ന് പിന്മാറരുത്, വെടിനിർത്തൽ കരാർ അസാധുവാക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇനിയൊരു പ്രതീക്ഷയൊന്നുമില്ല. JD വാൻസ് വളരെ പെട്ടെന്ന് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. ഒരു തരത്തിലും തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചില്ല പാകിസ്ഥാൻ എന്നാണ് വാൻസ് വ്യക്തമാക്കുന്നത്. ഇനിയുള്ള അടുത്ത നടപടികൾ, പാകിസ്ഥാനാണല്ലോ ഇതിന് മധ്യസ്ഥ ശ്രമവും മറ്റും നടത്തിയത്, അവരെന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? മറ്റ് രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അവരുടെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറിന്റെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇരു രാജ്യങ്ങളും, അതായത് അമേരിക്കയാണെങ്കിലും ഇറാനുമാണെങ്കിലും പിന്നോട്ട് പോകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇരു രാജ്യങ്ങളും അമേരിക്കയും ഇറാനും ഇപ്പോഴുള്ള ഇതേ പോസിറ്റീവായിട്ടുള്ള സമീപനം തുടരണം, അതുപോലെ ഇനിയും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയെ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റ് അധികം ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. ഓസ്ട്രേലിയ ഇപ്പോൾ ഈ ചർച്ചകളിൽ ഒരു തീരുമാനമാകാതെ പിരിഞ്ഞത് നിരാശാജനകം എന്ന് തന്നെയാണ് ഓസ്ട്രേലിയയുടെ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ശേഷം പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിലടക്കം ഇസ്രായേൽ ഇപ്പോഴും പ്രകോപനം തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഇപ്പോ ഇസ്രായേലിനെ ശ്വാസം മുട്ടിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇറാനെയും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളെയും തിരിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ആ വീഡിയോ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം അത്തരം ഒരു വീഡിയോ സന്ദേശം മാത്രമല്ല, ഇറാന്റെയും അതുപോലെ തന്നെ ഈ ലെബനന്റെ അതുപോലെ യമൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാം ഒരു മാപ്പ് കൂടി വെച്ച് വിശദീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിലവിലുള്ള സൈനിക നടപടി, അതുപോലെ ഇനി അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ അദ്ദേഹം, അതായത് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ, സൈനിക നടപടികൾ അത് ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ ഇനിയൊരു സൈനിക നീക്കം അതിന് മുതിരുമോ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് അവർ കടക്കുന്നത് ആലോചിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിർണായകമാണ്. അത് എല്ലാവരും ഒരു ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യവുമാണ്. കഴിഞ്ഞ ദിവസവും ലെബനനിൽ ഇസ്രായേലിന്റെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ ഏതാണ്ട് 13ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും നമുക്ക് നിലവിൽ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവർ ആക്രമണത്തിൽ ഇറാന് നേരെയുള്ള സൈനിക നീക്കത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. ഇപ്പോ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിലേക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കിപ്പിക്കാൻ ഒരു കാരണമായ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിലേക്ക് വരാം. തുടരുക. ശ്രീ ജോസഫ് ആന്റണി സാർ തുടരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ നമുക്കറിയാം ഏകപക്ഷീയമായാണ് അമേരിക്ക ഒരു വെടിനിർത്തൽ കരാറിലെത്തിയത് എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേൽ. അവർ ലെബനനിലേക്ക് ആക്രമണം തുടർച്ചയായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലവും മറ്റും ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ചകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ ആക്രമണം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലും രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്നാണ്. പക്ഷേ ഒരു രാഷ്ട്രം മാത്രം അത്തരത്തിൽ കരാറിലേക്ക് പോകുന്നു എന്നുള്ളതിലും ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളിലും ഇറാൻ സമ്മതിക്കാതിരിക്കുന്ന പശ്ചാത്തലവും ഒപ്പം ഇറാന്റെ തുടർച്ചയായുള്ള വെല്ലുവിളികളും ഒക്കെ ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രഞ്ജിത്ത്, ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലാണ് അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധം. നമ്മൾ ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് പോലെ ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന
സമ്പ്രദായം എന്ന് പറയുന്നത്. ഇസ്രായേലിന് വേണ്ടി ഇസ്രായേൽ അമേരിക്കയെ കൂടി കൊണ്ടുവന്ന് നടത്തുന്ന ഒരു യുദ്ധമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.